ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം നൽകിയതിനെതിരെ SIT ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കണമെന്നും തെളിവില്ലെന്ന് വിജിലൻസ് കോടതിയുടെ പരാമർശം റദ്ദാക്കണമെന്നും ആവശ്യപ്പെടും. തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചുള്ള കോടതി ഉത്തരവിനെതിരെ മന്ത്രി P. രാജീവ് രംഗത്തെത്തി. ഉത്തരവിൽ അസാധാരണത്വമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. അപ്പീൽ വേണോ അപ്പീൽ വേണ്ടതില്ലേ എന്ന കാര്യത്തിലൊന്നും ഗവൺമെന്റിന്റെ മുൻപിലേക്ക് സാധാരണഗതി വരുന്നില്ല. സാധാരണഗതിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഏറ്റവും ശരിയായ ദിശയിലാണ് അന്വേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കീഴ്ക്കോടതി നേരെ ജാമ്യാപേക്ഷയുടെ പരിധിക്ക് പുറത്തേക്ക് പോയിട്ട് ഒരു കേസിന്റെ അവസാന വിധി പോലെ പരാമർശങ്ങൾ നടത്തുക എന്നുള്ളത് പതിവുള്ളതല്ല. സുപ്രീം കോടതിക്ക് നടത്താം. ഇവിടെ വിജിലൻസ് കോടതി സുപ്രീം കോടതിയുടെ രീതിയിലേക്ക് മാറിയോ എന്നൊരു സംശയം ഇത് വായിക്കുമ്പോൾ സാധാരണ നിയമത്തെക്കുറിച്ച് പ്രാഥമിക ധാരണയുള്ള ആളുകൾക്ക് തോന്നിയെന്ന് വരാം. ശ്യാം ദേവരാജും ഹരിമോഹനും നൽകും വിശദാംശങ്ങൾ. ആദ്യം ശ്യാം ദേവരാജിലേക്ക്. ശ്യാം, തന്ത്രിക്ക് ഗൂഢാലോചന അതിലൊരു പ്രഥമ ദൃഷ്ട്യാ തെളിവില്ല എന്നുള്ള രീതിയിലായിരുന്നു ജാമ്യാപേക്ഷയിൽ കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിരുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ SIT നടത്തുന്നതെന്ന് കരുതുന്നു. ഇതിൽ SIT ആദ്യം അപ്പീൽ നൽകേണ്ടതില്ല. കാരണം ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഈ ഗൂഢാലോചന, അതുപോലെ പണം ഇടപാട്, ഇതിലടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള തെളിവ് ഇപ്പോഴും SITക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇതനുസരിച്ച് ഇനിയുള്ള നീക്കം ഈ അപ്പീൽ നൽകും എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഇതിൽ കൃത്യമായിട്ടുള്ള നീക്കം SIT നടത്തുക? ശ്രുതി, ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റായിരുന്നു തന്ത്രി കണ്ഠരര് രാജീവരുടേത്. ഈ അറസ്റ്റിന് പിന്നാലെ ഏതാണ്ട് 41 ദിവസമാണ് കണ്ഠരര് രാജീവര് ജയിലിൽ കഴിഞ്ഞത്, റിമാൻഡിൽ കഴിഞ്ഞത്. അതിനുശേഷം ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി, പ്രത്യേക കോടതി, കേസുകൾ പരിഗണിക്കുന്ന വിചാരണ കോടതിയായ കൊല്ലം വിജിലൻസ് കോടതി തന്ത്രിക്ക് ജാമ്യം നൽകിയായിരുന്നു. 41ാമത്തെ ദിവസമാണ് ജാമ്യം നൽകിയത്. ഈ ജാമ്യ ഉത്തരവിൽ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം തന്ത്രിക്കെതിരെ തെളിവുകളില്ല എന്നതാണ്. SITക്ക് തെളിവുകൾ ശേഖരിക്കാനായില്ല. പിന്നെ എന്തുകൊണ്ട് പ്രതിയാക്കിയെന്നടക്കമുള്ള ചോദ്യങ്ങൾ SITയോട് ഇതിൽ ചോദിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു ചോദ്യം ഉയരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് SITയുടെ അന്വേഷണം പൂർത്തിയായിട്ടില്ല. അന്വേഷണം പകുതിയെ ആയിട്ടുള്ളൂ. അത് അന്വേഷണം പൂർത്തിയായിട്ടില്ല. അന്തിമമായ കുറ്റപത്രം അന്വേഷണ റിപ്പോർട്ട് നൽകിയിട്ടുമില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ തന്ത്രിക്കെതിരെ തെളിവില്ല എന്ന് പ്രാഥമികമായി എങ്ങനെ പറയാൻ കഴിയുമെന്നതാണ് SIT ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് തന്നെയാണ് കൊല്ലം വിജിലൻസ് കോടതിയുടെ ഈ ഉത്തരവിനെ SIT ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായും SIT ഈ അപ്പീലിൽ ആവശ്യപ്പെടുക. അതിലൊന്നാമത്തേത്, തന്ത്രിക്ക് ജാമ്യം നൽകിയ ഉത്തരവ് റദ്ദാക്കണം, തന്ത്രിയെ വീണ്ടും കസ്റ്റഡിയിലെടുക്കണം, ഒപ്പം റിമാൻഡിലേക്ക് മാറ്റണം എന്ന കാര്യം ഹൈക്കോടതിയിൽ SIT ആവശ്യപ്പെടും. രണ്ടാമത്തേത്, ഇതിലെ പ്രധാനപ്പെട്ട ഈ നിരീക്ഷണങ്ങൾ റദ്ദാക്കുക എന്ന ആവശ്യമാണ്. അത്തരം നിരീക്ഷണങ്ങൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുന്നതിന്റെ കാരണം, അന്വേഷണം പൂർത്തിയാക്കിയതിന്റെ റിപ്പോർട്ട് നൽകിയാൽ മാത്രമേ ഒരു കോടതിക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിചാരണയിൽ ഈ ഒരു പ്രതിക്കെതിരെ തെളിവുകളില്ല എന്ന് നിരീക്ഷിക്കാൻ കഴിയൂ. പക്ഷേ ഈ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ തന്നെ ഇത്തരമൊരു നിരീക്ഷണം നടത്തുന്നത് വിചാരണ വേളയിൽ തിരിച്ചടിയാകും. ഇത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ മതിയായ തെളിവുകൾ ശേഖരിക്കാൻ ഇനിയും സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവ് റദ്ദാക്കണം എന്ന ആവശ്യമാണ് SIT ഹൈക്കോടതിയിൽ നൽകുന്ന അപ്പീലിൽ ആവശ്യപ്പെടുക. അതുകൊണ്ട് തന്നെ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യം റദ്ദാക്കണം എന്ന ആവശ്യം കൂടി SIT ഹൈക്കോടതിയിൽ ആവശ്യപ്പെടും.